കേരളത്തിലെ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? അഭിപ്രായം ഇല്ല. എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ബി ജെ പിക്ക്? കിട്ടും, സാധ്യത ഉണ്ട്, കിട്ടാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എല്ലാം കണക്കന്നെ അല്ലേ? കേരള മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഈ പ്രാവശ്യം എങ്ങനെയെങ്കിൽ CPM ജയിക്കില്ല. മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? മുഖ്യമന്ത്രി തിരക്കുള്ള മുഖ്യം അങ്ങനെ പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാവരുടെയും മുഖ്യമന്ത്രിയല്ല. കാസർഗോഡ് മണ്ഡലത്തിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? ബി ജെ പി ആണ് വരാൻ. ഇവിടുത്തെ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? കേരള മുഖ്യമന്ത്രി കമന്റ് ഇല്ല. അപ്പൊ ഞാനിപ്പോ ചെർക്കളം അബ്ദുള്ളന്റെ വാർഡിലപ്പോൾ ഉള്ളത്, മുൻ മന്ത്രി. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ചെർക്കളത്തിൽ വരുന്നത്. അപ്പൊ വന്ന സമയത്തുള്ള മാറ്റൽ അപേക്ഷിച്ച് നോക്കുമ്പോ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നാഷണൽ ഹൈവേന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് നാഷണൽ ഹൈവേ അല്ലല്ലോ ഈ നാഷണൽ ഹൈവേ അല്ല. ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാല്, ഇത് കാസർഗോഡ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ പെട്ടതാണ്. ഇവിടെ ജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥി ആരാണ്? UDF ഏത് സ്ഥാനാർത്ഥി എന്നാലും ജയിക്കാൻ സാധ്യത. LDF എന്തൊക്കെ സാധ്യത? രണ്ടാം സ്ഥാനം BJP ആണ്. രണ്ടാം സ്ഥാനം BJP. ഒന്നാം സ്ഥാനത്തേക്ക് കടത്ത BJP തങ്ങളെ അഭിപ്രായത്തില് ഇവിടുത്തെ ഭരണം UDF ആണ്. ഇവിടെ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ 10 വർഷം തുടർച്ചയായിട്ട് കേരളം ഭരിച്ചു. എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം? അത് ഞങ്ങൾ പറയണവർക്കില്ലല്ലോ, ജനങ്ങൾ തന്നെ അത് കണ്ട് നിങ്ങൾക്കും കണ്ടറിയാലോ എന്ത് ഭരണോ. അമ്പലത്തിന്റെ പൊന്തി വരെ തീർന്നു. അപ്പോൾ ഭരണം പോരാന്നാണ് പറയുന്നത്. പിന്നെ ഭരണം പോരാതെ നാട്ടുകാർ കേരളം ജനങ്ങൾ ഫുള്ള് വരുന്നതിന്റെ പോരാന്നല്ലേ. പിന്നെ നമ്മൾ പ്രത്യേകം പറയാനൊന്നുമില്ലല്ലോ ഇതില്. അടുത്ത മുഖ്യമന്ത്രി ആവാൻ സാധ്യത ഉള്ള ആരാ? സതീശാണ്. നിങ്ങളെന്താ പറയുന്നേ? അവിടെ പിണറായി എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ സതീശനാണ്. കോൺഗ്രസില് ഫൈറ്റ് ഉണ്ടോ മുഖ്യമന്ത്രിക്ക് വേണ്ടിട്ട്? ഇല്ല, അത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. ഞാൻ ലീഗുകാരനാണ്. അപ്പം ആ പ്രശ്നം നമുക്ക് കൈകാര്യം UDFന്റെ ഘടകകക്ഷി എന്ന നിലയിൽ സതീശ്. ലീഗിന് എത്ര സീറ്റ് കിട്ടും? ലീഗിന് 25-20 മുകളിൽ കിട്ടും. അപ്പൊ ഇവിടെ മഞ്ചേശ്വരം സ്ഥിതി മഞ്ചേശ്വരം അസർപ്പ് ഈശ്വരിയില്ലേ. പിന്നെ എല്ലാ പഞ്ചായത്തും മാർക്കറ്റിലെ എല്ലാ പഞ്ചായത്തും പിടിച്ചിറക്കിലായി. പിന്നെ അതെന്ത്, പിന്നെ 8 പഞ്ചായത്തും അവിടെ ലീഗാണ് ഭരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ പേരെന്താ അറിയോ? പിണറായി വിജയൻ. ഇനിയുള്ള അടുത്ത വർഷം ഈ വരുന്ന ഇലക്ഷനില് ഏത് ആളായിരിക്കും മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ളത്? പിണറായി തന്നെ. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? അതറിയില്ല. BJPക്ക് സാധ്യത ഉണ്ടോ? ഒട്ടുമില്ല. മോന്റെ പേരെന്താ? അഫ്സല്. ഇലക്ഷൻ ഇപ്പൊ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോണോ? അല്ലെ രണ്ടാമത്തെ പ്രാവശ്യമാണോ? രണ്ടാമത്തെ നിയമസഭ ആണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഏട്ടന് പിന്നെ കുറെ കാലമായല്ലോ. രാഷ്ട്രീയം ഉണ്ടോ? ഇല്ല. മോൻക്ക് ഉണ്ടോ രാഷ്ട്രീയം? ഇല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? അഭിപ്രായം ഇല്ല. പോയി. ഇപ്പോ ഇവിടെ ഈ ചെർക്കള മണ്ഡലം അല്ലെ, ഇത് ചെർക്കള അല്ലേ, ഗ്രാമപഞ്ചായത്തില് കാസർഗോഡ് നിയമസഭാ മണ്ഡലം. ഇവിടെ സാധ്യത ഉള്ള ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്നെ നെല്ലിക്കുന്നിരുന്നു ലീഗിന്റെ. BJP 2ാം സ്ഥാനത്തെത്തി നല്ല മത്സരം കാഴ്ചവെച്ചിരുന്നു. ഇപ്പം ജയിക്കാൻ സാധ്യത ഉള്ള ഏത് മുന്നണിക്കാ? ലീഗ് തന്നെ. എന്താ പറയുന്നത്? ലീഗാണ് ചാൻസ്. BJPക്ക് ചാൻസ് ഇല്ല. LDFന് ചാൻസ് ഉണ്ടോ? INL സ്ഥാനാർത്ഥിക്ക് കുറവാണ്. കാസർഗോഡ് നിയമസഭാ മണ്ഡലമാണ് അല്ലെ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് ആരാണ്? ലീഗാണ് അല്ലെ. BJPക്ക് സാധ്യത ഉണ്ടോ? ഇല്ല. പിന്നെ LDFനോ? ഇനി ഉണ്ടാവില്ല. കേരള മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഇപ്രാവശ്യം ജയിക്കാൻ സാധ്യതയുള്ള മുഖ്യമന്ത്രി ആരാണ്? ഇപ്രാവശ്യം മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള നേതാവിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ? അറിയില്ല. ഗ്രാമപഞ്ചായത്ത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ നെല്ലിക്കുന്നതാണ് വിജയിച്ചത് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് സാധ്യത ഉണ്ടോ? അദ്ദേഹത്തിന് ഭൂരിപക്ഷം ജനങ്ങളെ പിന്തുണ തന്നെയാണ്. പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ ഇത് UDF അല്ലാതെ ഇതുവരെ കുറച്ച് കാലത്തിന് ഇപ്പുറം നമ്മളെ
UDF തന്നെയാണ് വിജയിച്ചു. എന്നെ നെല്ലിക്കുന്ന മുമ്പ് ഇവിടെ വന്ന് തോറ്റ ആളാണ് അല്ലേ? അതെ, മത്സരിച്ച് തോറ്റതാണ്. INL അത്ര ബലമില്ല. നമ്മളിപ്പോ സീറ്റ് അഹമ്മദ് അലിന് ശേഷം സീറ്റ് അഹമ്മദ് അലി ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം അതിനുശേഷം ഇവിടെ UDF തന്നെയാണ്. നമ്മൾ മുസ്ലിം ലീഗ് UDF-നായിട്ട് സപ്പോർട്ടാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? മുഖ്യമന്ത്രി തിരക്കുള്ള മുഖ്യമന്ത്രി അങ്ങനെ പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാവരുടെയും മുഖ്യമന്ത്രിയല്ല, ക്ഷേമം പറയാൻ പാടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത ഉള്ള ആയിരിക്കാണ്. ഇതിപ്പോ ഞങ്ങളെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് തന്നെയാണ്. തീരുമാനമായിട്ടില്ല. ആരാണ് UDF-ലാവും, ഏതായാലും UDF-ലാവും. UDF ഭരണം പിടിച്ചെടുക്കും ഈ പ്രാവശ്യം. കേരള മുഖ്യമന്ത്രിനെ പറ്റി എന്താ അഭിപ്രായം? ഈ പ്രാവശ്യം എങ്ങനെയെങ്കിൽ CPM ജയിക്കില്ല. ആർക്കാണ് സാധ്യത ഉള്ളത്? സാധ്യത ഉണ്ടാകുന്നത് കോൺഗ്രസിന് തന്നെ ഈ പ്രാവശ്യം സാധ്യത. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുമെന്ന് നമുക്ക് ആര് സ്ഥാനാർത്ഥി ആരെന്നൊന്നും അറിയില്ല. പിന്നെ BJP-ന്റെ നെക്സ്റ്റ് മെമ്പറാണ് എമ്മക്കജ പഞ്ചായത്തിന്റെ. BJP-ക്ക് കുറെ സീറ്റുകളൊക്കെ കിട്ടും ഈ പ്രാവശ്യം. നമുക്കൊരു വീഴ്ച പ്രതീക്ഷയുണ്ട്. BJP-ക്ക് ഒരു 3-4 സീറ്റാണെങ്കിൽ തിരിച്ചു കിട്ടും എന്ന് പറയുന്ന ഞങ്ങളൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? മുഖ്യമന്ത്രി ആരാവാനാ സാധ്യത? VD സതീശന്. വോട്ട് എന്തല്ലത്? അല്ല, നിങ്ങളെ ഒരു താല്പര്യത്തിൽ ആര് ജയിക്കും? ഇവിടെ നെല്ലിക്കുന്നിന്റെ പ്രവർത്തനം എങ്ങനെ ചേട്ടാ? എന്താ അഭിപ്രായം? ഇലക്ഷന്റെ സർവേ ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? അതെ, ആക്റ്റീവായിട്ട് ആരാ ഉള്ളത്? എല്ലാരും ആക്റ്റീവ് ആവും. ഇവിടുത്തെ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? കേരള മുഖ്യമന്ത്രി കമന്റ് ഇല്ല. ഏട്ടാ, ഞാൻ ഒരു ഇലക്ഷൻ സർവേയിലാണ്. ഇത് ബദിയൊടുക്ക ഗ്രാമപഞ്ചായത്ത് അല്ലേ? ഇവിടെ സ്ഥാനാർത്ഥി ഓൾറെഡി MLA ആരാണ്? അതല്ല, ഇപ്പൊ ഓൾറെഡി ഉള്ളത് എന്നെ നെല്ലിക്കുന്ന്. അദ്ദേഹത്തിന് ജയസാധ്യത ഉണ്ടോ ഇവിടെ? ഇങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? കേരളത്തിൽ ഈ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയുള്ള ആളാരാ? 20 വർഷം മാറ്റം ഉണ്ടാവും. ആരാവാനോ സാധ്യത? അതിനെപ്പറ്റി നമ്മളിപ്പോ പറയാൻ പറ്റില്ല. ശരി, രാഷ്ട്രീയത്തിനെ പറ്റി എത്ര അറിയില്ല അല്ലേ? കേരള മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എല്ലാം കണക്കന്നെ അല്ലേ? രാഷ്ട്രീയം വലിയ താല്പര്യം. പച്ചക്കള്ളോ അല്ലേ? ഇവിടെ ജയസാധ്യത ആരൊക്കെയാണുള്ളത്? ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥി ആരാ? BJP ആണ് വരാൻ സാധ്യത. ഇവിടുത്തെ MLA എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ? മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? മോശമില്ല. ഇവിടെ BJP-ക്ക് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടാൻ സാധ്യത? പറയാൻ പറ്റില്ല. ഇവിടെ കാസർഗോഡ് BJP-ക്ക് സാധ്യത ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. അതുപോലെ മഞ്ചേശ്വരം എന്താ സ്ഥിതി? അവർക്ക് സാധ്യതയുണ്ട് BJP-ക്ക്. ഉള്ള സ്ഥാനാർത്ഥി ഇവിടെ ആരാ? കാസർഗോഡ് BJP ആണ് ജയസാധ്യത ഉള്ളത്. നിങ്ങൾക്ക് പാർട്ടി ഉണ്ടോ? നിങ്ങളൊരു പാർട്ടിനെ ഇതുള്ള മെമ്പറുള്ള ആളാണോ? BJP പ്രസിഡന്റ്. ഓക്കെ. ബദിയടുക്കയിൽ ബദിയടുക്ക പഞ്ചായത്തിൽ 25 കൊല്ലമായിട്ട് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അപ്പൊ ഇവിടെ സാധ്യത BJP-ക്ക് കാണുന്നുണ്ട്. ഇനി കേരളത്തിൽ എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് BJP-ക്ക്? കിട്ടും സാധ്യത ഉണ്ട്. കിട്ടാൻ സാധ്യതയുണ്ട് മഞ്ചേശ്വരം. പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞ വോട്ടിന് 6000 വോട്ടിനാണ് BJP തോറ്റത് അല്ലേ? ഇവിടെ കാസർഗോഡിലെ അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം BJP-ന്റെ സ്ഥാനാർത്ഥിയിൽ നിന്ന് ജയം കിട്ടിയത്. എന്താണ് ഇപ്പൊ ജയസാധ്യത ഉള്ളത്? ജയസാധ്യത നല്ല ഒരാള് വ്യക്തിയാണ്. BJP-ക്ക് എന്താ സാധ്യത? അത് എന്തും പറയാൻ പറ്റില്ല. സാധ്യത ഉണ്ടില്ല. അത് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. കേരള മുഖ്യമന്ത്രിന്റെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പൊ രണ്ടാം പിണറായി അതേ പറയാനുള്ളൂ. മോശമില്ല. അടുത്ത മന്ത്രിസഭയിൽ കേരള മുഖ്യമന്ത്രി ആവാൻ സാധ്യത ഉള്ള ആരാ? അതിപ്പോ പറയാൻ എങ്ങനെ പറയാൻ പറ്റില്ല. ജയസാധ്യതയുള്ള ഇവിടെ കാസർഗോഡ് മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? മഞ്ചേശ്വരം AKM. ഇവിടത്തെ കാസർഗോഡ്
UDF-നാണ് ചെറുക്ക് മറ്റേ ഒന്ന് മറ്റേ നെല്ലിക്കുന്ന് അല്ലേ? നെല്ലിക്കുന്നിന് BJP-ക്ക് സാധ്യത ഉണ്ടോ അവിടെ? മെയിൻ മത്സരം അല്ലേ? അപ്പൊ സാധ്യത നെല്ലിക്കുന്ന് തന്നെ അല്ലേ? നെല്ലിക്കുന്ന് ഇരിക്കൂലേ? സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ല. സാധ്യത ഉണ്ടോ നെല്ലിക്കുന്നിന്? പറയാൻ പറ്റില്ല.